ഇന്നത്തെ ചിന്തവിഷയത്തിനായിട്ട് നമുക്കൊരു വേദവാക്യം വായിക്കാം. അതിനായിട്ട് സങ്കീർത്തനം 34 സങ്കീർത്തനം അതിൻ്റെ 17 വാക്യം വായിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, നിന്റെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്ന ദൈവം. കർത്താവിന്റെ വിലയേറുന്ന മഹത്വം ഉണ്ടാകട്ടെ. കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്ന ദൈവം. പലരും കരയുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും കരച്ചില് ദൈവം കേൾക്കുന്നുണ്ടെങ്കിലും അതിനു മറുപടി ലഭിക്കപ്പെടുന്നത് നീതിമാന്റെ കരച്ചിലാണ്. ദൈവം അതിന് മറുപടി നൽകുന്നത്. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. നമ്മുടെ കരച്ചിൽ വെറുതെ ഒരു ദീന രോധനമല്ല, ദൈവത്തോടുള്ള ഹൃദയംഗമായ വേദനയോട്, കരച്ചിലോട്, വിലാപത്തോട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുവീൻ എന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം കരച്ചിൽ നാം കരയുന്നുണ്ടെങ്കിലും ആ കരച്ചിൽ ആരോടാണ്? ദൈവത്തോടാണ്. ദൈവമാണ് ആ കരച്ചിലിന് മറുപടി നൽകുന്നത്. എപ്പോഴാണ് നമ്മൾ കരയുന്നത്? നീർന്നതായിരിക്കുന്ന പ്രശ്നം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ, സഹിക്കവയ്യാത്ത വേദന നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ, ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നുമുള്ളതായ നിസ്സഹകരണ മനോഭാവത്തിൽ മാത്രമല്ല, അവരുടെ തള്ളിപ്പറച്ചിൽ നിന്ന് നമുക്ക് വേദന വരുമ്പോഴാണ് നമ്മൾ ദൈവസന്നിധിയിൽ കരയുവാൻ തുടങ്ങുന്നത്. ഹാഗർ മരുഭൂമിയിൽ, ബെർസബ മരുഭൂമിയിൽ താൻ നിലവിളിക്കുമ്പോ ഒന്നും മുൻപിൽ കണ്ടുകൊണ്ടല്ല തന്റെ നിലവിളി. ഒറ്റ കാര്യമാണ് പറയുന്നത്, എനിക്ക് ഞാൻ പ്രസവിച്ചതായ എൻ്റെ ഈ പൈതലിന്റെ മരണം എനിക്ക് കാണാൻ വയ്യ. നൊന്തു പ്രസവിച്ച ഒരു മാതാവിന് കുഞ്ഞിന്റെ മരണവേദന സഹിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് അനേക കുഞ്ഞുങ്ങളെ പ്രസവിച്ച അമ്മമാര് അവർ പ്രസവിച്ച കുഞ്ഞിനെ തള്ളിക്കളഞ്ഞ് ജീവരക്ഷാർത്ഥം ഓടിപ്പോകുന്നതായിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഈ ലോകത്ത് കണ്ടുവരുന്നുണ്ട്. അവര് വേദന അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിന്റെ അന്തസത്തത എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അവർ പെട്ടെന്ന് ഓടി ഒളിക്കുകയാണ്. എന്നാൽ ഹാഗർ അങ്ങനെയല്ല. ഹാഗർ ഓടി ഒളിക്കാനല്ല ശ്രമിച്ചത്. തനിക്ക് ലഭിക്കപ്പെട്ടതായ പൈതലിനെ കൂട്ടിക്കൊണ്ട് ഒരമ്പേർ ദൂരത്ത് നിന്ന് നിലവിളിക്കുകയാണ്. നിലവിളിക്കുന്ന ഇങ്ങനെയാ, എനിക്ക് എൻ്റെ മകന്റെ മരണം കാണുവാൻ കഴിയത്തില്ല. എന്നാൽ ഹാഗറിന്റെ കരച്ചിലാണ് ദൈവം വാസ്തവമായിട്ട് കേൾക്കേണ്ടത്. പക്ഷെ ഹാഗറിന്റെ കരച്ചിലല്ല കേട്ടത്. പൈതലിന്റെ കരച്ചിൽ സ്വർഗത്തിലെത്തിയിരിക്കുന്നു. ഈ പൈതലിന്റെ കരച്ചിൽ സ്വർഗത്തിൽ എത്തുവാനുള്ള കാരണം എന്താ? ഹാഗറിന്റെ കരച്ചില് ദൈവം കേൾക്കാഞ്ഞിട്ടാണോ? കേൾക്കാഞ്ഞിട്ടല്ല. പക്ഷെ പൈതലിന്റെ കരച്ചിൽ സ്വർഗം കേട്ടിരിക്കുന്നു. കർത്താവിന്റെ വചനം പറയുന്നത്, പൈതങ്ങളെ എൻ്റെ അടുത്തേക്ക് വിടുവീൻ, അവരെ തടയരുത്. ഇങ്ങനെയുള്ളവരുടേതാവുന്ന സ്വർഗരാജ്യം. നിങ്ങൾ വീണ്ടും ശിശുക്കളെ പോലെ ആയി തീരുവീൻ. ശിശുക്കളെ പോലെ ആയി തീരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ എത്തുവാൻ കഴിയത്തില്ല. എന്താണ് ഒരു ശിശുവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞതിന്റെ കാരണം? ആ ശിശുവിന് പാപം എന്താണെന്ന് അറിയില്ല. പാപത്തെക്കുറിച്ചുള്ള വിചാരം ആ ശിശുവിനില്ല. എന്നതുപോലൊരു ദൈവവൈതൽ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ അവൻ മാനസാന്തരപ്പെട്ടവനായിരിക്കണം.
ദൈവം വിളിയാനുള്ള ആശ ഇന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന വ്യക്തിയായിരിക്കണം. അഭിഷേകം പ്രാപിച്ചൊരു ദൈവ പൈതലായിരിക്കണം. കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ കർത്താവിന്റെ ഇമ്പസ്വരത്തെ കേൾക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ആ കരച്ചിന്റെ ശബ്ദമാണ് ദൈവം ഹാഗറിന് പറഞ്ഞത്, ബാലന്റെ കരച്ചിൽ ഞാൻ കേട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ബാലന്റെ ശബ്ദം കേട്ടതായ ദൈവത്തിന്റെ അടുത്ത മറുപടി, ബാലൻ എന്തിനു വേണ്ടിയാണ് നിലവിളിച്ചത്? ആ നിലവിളി തനിക്ക് ദാഹിച്ചതായിരിക്കാം, വിശപ്പായിരിക്കാം, അല്ലെങ്കിൽ മരുഭൂമി സഹിക്ക വയ്യാത്തതായിരിക്കുന്ന ചൂടായിരിക്കാം. അങ്ങനെ പല പ്രതിസന്ധിയിലായിരിക്കാം പൈതല് കരയുന്നത്. പൈതലിന്റെ കരച്ചില് ഇന്ന വിഷയമാണെന്നും പറഞ്ഞുള്ള കരച്ചിലല്ല. പക്ഷെ ദൈവം അത് ഏത് ആവശ്യത്തിനാന്നുള്ളത് താൻ മുന്നമേ തിരിച്ചറിഞ്ഞു. നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നമ്മുടെ നിരൂപണങ്ങളൊക്കെയും ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ദൈവം മുൻപാകെയാണ് നാം ഓരോ ദിവസവും വിശ്വാസ ജീവിതം മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകയാത്രയിൽ അങ്ങനെയുള്ള പ്രയാസവേളകളില് കർത്താവിനെ മുറുകെ പിടിക്കുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ലജ്ജിച്ചു പോകത്തില്ല. ലജ്ജിക്കുവാൻ വകയില്ലാത്ത വേലക്കാരനായി വിശ്വാസ ജീവിതം, ജയജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതലായി മുൻപോട്ട് പോകുവാൻ വേണ്ടിയാണ് ദൈവം ഓരോ വ്യക്തികളെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഹാഗറിനോട് പറയാ, ഹാഗറെ, പൈതൽ കിടക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു നീരുറവയുണ്ട്. സ്തോത്രം. വെള്ളത്തിനു വേണ്ടിയാണ് നിലവിളിച്ചുവെങ്കിൽ തമ്പുരാൻ പറയാണ്, നീ കിടക്കുന്ന ഉറവയുടെ അടുത്താ വന്ന് കിടക്കുന്നത്. ദൈവം നമ്മുടെ അടുത്ത് തന്നെ അനുഗ്രഹത്തിന്റെ ഉറവകൾ തുറക്കുവാൻ വേണ്ടി ആ ഉറവിന്റെ അടുത്ത് വന്ന് കിടക്കുമ്പോൾ നമ്മുടെ ഭാഗ്യ കണ്ണുകൊണ്ട് അത് കാണുവാൻ കഴിയത്തില്ല. പക്ഷെ ദൈവസന്നിധിയിലേക്ക് ഹൃദയം ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഭാഗ്യമായി മൂടപ്പെട്ടത് ദൈവത്തിന്റെ ആത്മാവിനാൽ അത് തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നാം ഏത് വിഷയത്തിലാണ് നിരാശപ്പെടുന്ന വിഷയമാണോ ആ വിഷയത്തിനകത്ത് നിശ്ചയമായിട്ടും ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അത് മാറിപ്പോകാൻ കഴിയുകയില്ല. അതിനൊരു മറുപടി ഉണ്ട്, നിശ്ചയമാണ്. ഇവിടെ പറയുന്നത്, വായിച്ച വചനം ഇങ്ങനെയാണ്, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. സ്തോത്രം. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന അത് വളരെ ഫലിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഹാഗറിന്റെ നിലവിളി ദൈവം കേട്ടു, അതിന് മറുപടി ലഭിക്കപ്പെടുവാനിടയായി തീർന്നു. ഇനി ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ അതിന് 1-2 താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഹന്നായുടെ ഒരു നിലവിളിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹന്ന നിലവിളിക്കുന്നത്, ഒരു പൈതലിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ദൈവാലയത്തിൽ അകത്ത് വന്ന് നിൽക്കുമ്പോൾ ശുശ്രൂഷകൻ തിരിച്ചറിയുന്നില്ലെങ്കിലും ദൈവം ആ കരച്ചിലിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുരോഹിതന് ഒരു വിശ്വാസിയുടെ വേദന എന്തെന്നറിയത്തില്ല. അദ്ദേഹം ആലയത്തിൽ വരുന്നു, തന്റെ ശുശ്രൂഷ നിർവഹിക്കുന്നു. ആ കർത്തവ്യം നിർവഹിക്കുക എന്നുള്ളതല്ലാതെ കണ്ട് ആന്തരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ആയിരിക്കുന്ന പുരോഹിതന്മാർക്ക് കാണുവാൻ കഴിയാതിരിക്കുമ്പോൾ മഹാപുരോഹിതനും യേശുക്രിസ്തുവായിരിക്കുന്നവൻ നമ്മുടെ വേദനകൾ തിരിച്ചറിയുവാനിടയായിത്തീരും. ഹന്ന പ്രാർത്ഥിച്ചു. അവിടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. സ്തോത്രം. പ്രാർത്ഥിച്ച പ്രാർത്ഥന വളരെ രഹസ്യ പ്രാർത്ഥനയാണെങ്കിലും മറുപടി ലഭിക്കപ്പെട്ടത് രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ടാ. പ്രൈസ് ദി ലോർഡ്. ഹന്നായുടെ പ്രാർത്ഥന എൽക്കാന, തന്റെ ഭർത്താവായിരിക്കുന്ന എൽക്കാനയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ആലയത്തെ ശുശ്രൂഷിക്കുന്ന പുരോഹിതനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. പ്രാർത്ഥിച്ചത് ആരാണോ, പ്രാർത്ഥിച്ചത് ആരോടാണോ അദ്ദേഹം അത് തിരിച്ചറിഞ്ഞു. സ്തോത്രം. അതിന്റെ പ്രതിഫലമാണ് താൻ പ്രസവിച്ച കുഞ്ഞുമായി
ആലയത്തിലേക്ക് വന്ന പുരോഹിതന്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോ പറയാ, കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഈ ആലയത്തിൽ വന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചത് ഇതിനു വേണ്ടിയാ. എന്റെ ദൈവം എന്നെ കൈവിട്ടില്ല, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു, എനിക്ക് മറുപടി തന്നിരിക്കുന്നു. ഈ ആലയത്തിൽ അനേകര് വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളതാ. പക്ഷെ ഇതുപോലൊരു പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചതും മറുപടിയുമായിട്ട് ആലയത്തിലേക്ക് തിരികെ വന്നതുമായ ചരിത്രം ഹന്നായുടെ ഭാഗത്തു നിന്ന് മാത്രമേ കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നാം ദൈവത്തെ ആരാധിക്കുന്നു, ആലയത്തിൽ പോകുന്നു, പ്രാർത്ഥന നടത്തുന്നു, കൂട്ടായ്മ നടത്തുന്നു, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെലവിടുന്നു, എല്ലാ കാര്യങ്ങളും നമ്മൾ സജീവമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അതിലുപരിയായിട്ട് ദൈവസന്നിധിയിൽ നാം ആരായിരിക്കുന്നു, ദൈവം നമ്മെ എങ്ങനെയാക്കി തീർത്തിരിക്കുന്നു, നാം ആരാധിക്കുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിനകത്ത് എത്രത്തോളം സ്ഥാനം നാം കൊടുക്കുന്നു, അതിലാണ് ദൈവത്തിന്റെ പ്രവർത്തനം. പ്രൈസ് ദി ലോർഡ്. ഭാഗ്യ മനുഷ്യന് ഇതൊന്നും കണ്ടൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിലേക്ക് നോക്കുകയും. സ്തോത്രം. കർത്താവിന്റെ മുഖത്ത് നോക്കിയവർ ലജ്ജിതരായിട്ടില്ല എന്നാണ് ദൈവത്തിന്റെ വചനം നമുക്ക് കാണാൻ കഴിയുന്നത്. 34 സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. കർത്താവിന്റെ മുഖത്ത് ആര് വിശ്വാസത്തോട് നോക്കുന്നു, ആ വിശ്വാസത്തോട് നോക്കുന്ന ഒരു ദൈവ പൈതൽ ലജ്ജിക്കേണ്ടി വരികയില്ല, ലജ്ജിച്ചു പോകത്തില്ല. അടുത്തത് പറയുകയാണ്, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എളിയ ജനത്തെ ആദരിക്കുന്ന ഒരു കർത്താവ്. ഇന്ന് എളിയവരെ ആരാ ആദരിക്കുന്നത്? കർത്താവ് പറഞ്ഞു, എളിയവരെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നൊക്കെ കർത്താവ് വീണ്ടും വരുന്ന തലമുറയിൽ അത് ചെയ്തെടുക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ എളിയവനെ ഇന്ന് ആർക്കും വേണ്ട. പണക്കാരനെ മതി, ശ്രേഷ്ഠതയുള്ളവനെ മതി, വിദ്യാസമ്പന്നനെ മതി. ഇന്ന് കണ്ണുനീരുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ അപൂർവമാണ്. കണ്ണുനീരൊക്കെ വറ്റിപ്പോയ സാഹചര്യമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അത് ഉണങ്ങാൻ പാടില്ല. നിന്റെ കണ്ണുനീര് തുരുത്തിയിലേക്ക് പകർന്നു വെക്കണമെങ്കിൽ, സ്തോത്രം, കണ്ണുനീര് ഇവിടെ ഒഴിയാലേ തുരുത്തിലേക്ക് നിറയുള്ളൂ. തുരുത്തിലേക്ക് നിറഞ്ഞെങ്കിലേ അനുഗ്രഹം വീട്ടിനകത്ത് വരത്തുള്ളൂ, അനുഗ്രഹം നിന്റെ ജീവിതത്തിനകത്ത് വരികയുള്ളൂ, അനുഗ്രഹം നിന്റെ പ്രവർത്തന മേഖലയ്ക്കകത്ത് വരികയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കണ്ണുനീരോടുകൂടെ വിതച്ചാൽ ആർപ്പോടുകൂടി കൊയ്യുവാനായിട്ട് കഴിയും. എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. കരയുന്ന ദൈവ പൈതലേ, നിന്നെ ദൈവം കൈവിടത്തില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അതിന് നിശ്ചയമായിട്ടും ഒരു അനുഗ്രഹമുണ്ട്, അത് നിശ്ചയമായിട്ടൊരു പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ വിശ്വാസത്തോടെ മുൻപേറാം. ഈ വചനത്താൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.